ലീസ ചുഴലിക്കാറ്റിൽ ജമൈക്കയിലും ഹെയ്തിയിലുമായി 50ഓളം പേർ കൊല്ലപ്പെട്ടു. മേഖലയിലെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും തകർന്നു. ജമൈക്കൻ തലസ്ഥാനമായ കിങ്സ്റ്റണിലെ വിമാനത്താവളം വഴി അവശ്യവസ്തുക്കൾ എത്തിച്ചു തുടങ്ങി. സൈനികരും മറ്റ് രക്ഷാപ്രവർത്തകരും റോഡുകളും പശ്ചാത്തല സൗകര്യങ്ങളും പുനഃസ്ഥാപിക്കുകയാണ്. ഐസൺ, എന്താണ് നിലവിലെ സാഹചര്യം? നിലവിൽ ജമൈക്കയിലും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഹെയ്ത്തിയിലും വൻതോതിലാണ് ഈ മെലീസ ചുഴലിക്കാറ്റ് നാശം വിതച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജമൈക്കയിൽ മാത്രം 19 പേരും ഹെയ്ത്തിയിൽ 31 പേർ മരിച്ചു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 50-ലേറെ പേർ മരിച്ചിട്ടുണ്ട് എന്ന ഒരു സൂചനകളും പുറത്തു വരുന്നുണ്ട്. എങ്കിലും ഈ രണ്ടിടങ്ങളിലുമായി സ്ഥിരീകരിക്കപ്പെട്ട മരണങ്ങൾ 49 മാത്രമാണ്. വലിയ തോതിലുള്ള ഒരു കാറ്റും, അതായത് 300 കിലോമീറ്ററോളം വേഗതയിൽ കാറ്റടിച്ച പ്രദേശമാണ് ഈ ജമൈക്ക. അതുപോലെ തന്നെ ഹെയ്ത്തിയിലും സമാന രീതിയിൽ വലിയ തോതിലുള്ള കാറ്റടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ക്യൂബയിലും മറ്റു ദ്വീപുകളിലും മറ്റ് പ്രദേശത്തെ തന്നെ ദ്വീപുകളിലും എത്ര ശക്തമായ ദ്വീപ് രാഷ്ട്രങ്ങളിലും ഇത്തരത്തിലും ശക്തമായൊരു കൊടുങ്കാറ്റിന്റെ ആക്രമണം ഉണ്ടായില്ല എങ്കിൽ കൂടി വൻതോതിൽ കൊടുങ്കാറ്റ് വീശിയടിച്ചത് ജമൈക്കയിലും അതുപോലെ തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹെയ്ത്തിയിലുമാണ്. അവിടങ്ങളിലെ മരണസംഖ്യ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല ജമൈക്കയിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. അവശ്യ വസ്തുക്കൾ എത്തിക്കേണ്ട അനിവാര്യതയാണ് നിലവിലുള്ളത്. രക്ഷപ്പെട്ടവരെ എല്ലാം തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവർക്ക് വേണ്ട ഭക്ഷണവും മറ്റുൽപ്പന്നങ്ങളും ലഭ്യമാക്കുന്നതിന് വേണ്ടി വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം പുനരാരംഭിച്ചു. ഒരു വിമാനത്താവളം പൂർണ്ണമായും പുനരാരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള മറ്റു രാജ്യങ്ങളുടെ എയ്ഡുകളും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരെല്ലാം തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു. സ്വന്തം രക്ഷാപ്രവർത്തകരും കാര്യമായി പ്രദേശത്തേക്ക് വിന്യസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന അവരുടെ കണ്ടെത്തുകയും അതുപോലെ തന്നെ ഇനിയും മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്യേണ്ട സാഹചര്യം നിലവിലുണ്ട് എന്നാണ് അറിയിപ്പുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്.